കുറ്റവാളികൾ നരകത്തിൽ പോയിരുന്നാലും പൊക്കിയെടുത്തുകൊണ്ടുവരും എന്ന ഒരു ഭീകരവാദിയെയും കിടത്തിയുറക്കില്ല എന്നുമാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. രാജ്യം, രാജ്യസുരക്ഷ എന്നിവയിൽ എല്ലാവരും ഒന്നാണ്. പക്ഷേ കുറച്ചു കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കാതിരുന്നാൽ നമ്മൾ ഏകാധിപതി ഭരണത്തിന് കീഴിലാണ് എന്ന തോന്നലുണ്ടാക്കും. ചോദ്യം 1. രാജ്യം അതീവ സുരക്ഷാ കവചത്തിനുള്ളിലായിട്ടും പഹൽഗാമിൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വിറച്ചുപോയി എന്ന് വിലയിരുത്തിയിട്ടും എന്തുകൊണ്ട്, എങ്ങനെ ചെങ്കോട്ട പോലെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലത്ത് ആക്രമണം നടന്നു? അതീവ സുരക്ഷാ ഏജൻസികളും ഇന്ത്യയുടെ ചാര പൗരന്മാർക്കും എന്തുകൊണ്ട് പാകിസ്ഥാന്റെ നീക്കം കണ്ടെത്താനായില്ല? ആക്രമണ പരമ്പരയിലെ മുഖ്യ സൂത്രധാര ഡൽഹിയിൽ വർഷങ്ങളായിട്ട് ആൾമാറാട്ടം നടത്തി ജോലി ചെയ്തിട്ടും അവരുടെ നീക്കത്തിൽ എന്തുകൊണ്ട് യാതൊരു അസ്വാഭാവികതയും തോന്നിയില്ല? ഇതെല്ലാം സ്ഫോടനത്തിന് മുൻപേ ചെയ്യേണ്ടതായിരുന്നുവെങ്കിൽ ഇനിയുള്ളത് അതിനുശേഷമുള്ളതാണ്. ഡൽഹിയിലെ ചെങ്കോട്ടയിലെയും ഈ രാജ്യത്തെയും വിറപ്പിച്ച ആ ചുവന്ന കാർ പൊട്ടിത്തെറിച്ചിട്ട് ഒരാഴ്ചയോടടുത്തിട്ടും ചെയ്തവരെയും ചെയ്യിപ്പിച്ചവരെയും തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് കൂട്ടുപ്രതികളെയും പ്രധാനികളെയും കണ്ടെത്താനാകുന്നില്ല? ഭീകരവാദത്തെ കാലാകാലങ്ങളായുള്ള മാർഗമാണ് ചാവേർ ആക്രമണം. അത് രാജീവ് ഗാന്ധി വധം മുതൽ നമ്മൾ കാണുന്നതാണ്. ഭീകരവാദ ആക്രമണത്തിൽ പയറ്റിത്തെളിഞ്ഞ ആ പഴയ തന്ത്രം തന്നെയാണ് ഭീകരവാദികൾ ഇന്നും പയറ്റുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് വികസനവും സാങ്കേതിക വിദ്യയും വളർന്ന ഈ കാലഘട്ടത്തിൽ ആ പഴയ തന്ത്രത്തെ മറികടക്കാൻ അല്ലെങ്കിൽ പൊളിച്ചടക്കാൻ പുതിയൊരു മാർഗത്തിലേക്ക് ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് എത്താൻ കഴിയാത്തത്? അതെല്ലാം ആഭ്യന്തര സുരക്ഷാ പരാജയമല്ലേ? മോദി ഭരണത്തിന് കീഴിൽ നടന്ന എത്രാമത്തെ ഭീകരാക്രമണമാണെന്ന് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ? പഹൽഗാം തിരിച്ചടിയുടെ പേര് പറഞ്ഞ് രാജ്യം ഒട്ടുക്കും വീമ്പ് പറയുമ്പോഴും ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എന്ത് മാർഗമാണ് സുരക്ഷാ സേന കൈക്കൊള്ളുന്നത്? ഒന്നും കൈക്കൊണ്ടിട്ടില്ല എന്നതാണല്ലോ ഈ സംഭവം നമ്മളോട് വിളിച്ചു പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഈ വരുന്ന ഡിസംബർ ആദ്യവാരം ഇന്ത്യയിലേക്ക് എത്തുന്നത് റഷ്യൻ പ്രസിഡന്റാണ്. ഇത്രയും തന്ത്രപ്രധാനമായ ഒരു ഡീല് നടക്കാനായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തുമ്പോൾ ഈ രാജ്യം സുരക്ഷാ കവചത്തിൽ എത്രത്തോളം മോശമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ആ കാര്യത്തിൽ മറികടക്കുക? ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നപ്പോഴും നരേന്ദ്രമോദി തന്റെ വിദേശ സന്ദർശനം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ തിരക്കിലായിരുന്നു. പഹൽഗാമിൽ ബാക്കി വെച്ച കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കും അപ്പുറമാണ് ചെങ്കോട്ട ബാക്കി വെച്ചിരിക്കുന്നത്. അന്നും ഇരയാക്കപ്പെട്ടത് സാധാരണക്കാരായിരുന്നു. ഇന്നും ഇരയാക്കപ്പെട്ടത് സാധാരണക്കാരാണ്. ഇനിയും ഇരയാക്കപ്പെടുന്നതും അങ്ങനെ തന്നെ. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഞങ്ങൾ ഇന്ത്യയുടെ ഒരു തരി മണ്ണിനെ തൊടാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത്. പഹൽഗാമിലെയും ഡൽഹിയിലെയും പോലീസുകൾ ഒരിക്കലും അതാത് സംസ്ഥാനത്തിന് കീഴിലല്ല. അവരെല്ലാവരും കേന്ദ്ര ആഭ്യന്തരത്തിന് കീഴിലായിരുന്നു എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.